കേരളത്തിൻ്റെ നെഞ്ച് കീറി മുറിച്ച വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം വിങ്ങലോടുകൂടിയല്ലാതെ ഓർത്തെടുക്കാൻ കഴിയില്ല. ഒരു നാടിനെ ഒന്നാകെ തുടച്ചു മാറ്റിയ പ്രകൃതി ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചകളിലേക്ക് രണ്ടാം ദിനവും ഹൃദയം പിടയുന്നു. ഉറ്റവരെയും ഉടയവരെയും തേടി അലയുന്ന മുണ്ടക്കൈ സ്വദേശികളുടെ വിലാപം എങ്ങും അലയടിക്കുകയാണ്. ആശുപത്രികളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും പ്രിയപ്പെട്ടവരെ അന്വേഷിക്കുമ്പോൾ എവിടെയെങ്കിലും അവർ സുരക്ഷിതരായിരിക്കുന്നുണ്ടെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ദുരന്തം മുന്നിൽ കണ്ട് പ്രിയപ്പെട്ടവരെയും കൊണ്ട് ഓടി മല കയറിയവർക്ക് വാക്കുകൾ മുഴുമിപ്പിക്കാനാകുന്നില്ല. ഭയങ്കര വെള്ളം ഇങ്ങനെ വെറുത്ത് വരുന്നുണ്ട്, യാതൊരു നിവൃത്തിയില്ല. എന്നിട്ട് ഞങ്ങൾ എന്താക്കി, ആ വീട്ടിൽ തന്നെ മേലെ കയറിയിട്ട് സീറ്റ് കൂടി അപ്പുറത്തെ ചാടി കടന്നിട്ട് മേലെ ടോപ്പിൽ കയറി. അങ്ങനെ രാത്രി ടോപ്പിൽ കയറിയുമ്പം രണ്ടാം പ്രാവശ്യം പൊട്ടിച്ചിട്ട് ഒന്നായിട്ട് വരുന്നു. വീട്ടിൽ ഞങ്ങൾ വന്നതിൻ്റെ വീടിൻ്റെ മുകളിൽ കൂടി. സൈനികരും സന്നദ്ധ പ്രവർത്തകരും സംയുക്തമായുള്ള രക്ഷാദൗത്യം പുരോഗമിക്കുമ്പോൾ എവിടെയും ദൃശ്യമാകുന്നത് ചിതറിയ ശരീരഭാഗങ്ങൾ. കൂറ്റൻ പാറകൾക്കിടയിലും മണ്ണിനടിയിലും ജീവന്റെ തുടിപ്പുണ്ടാകുമെന്ന പ്രതീക്ഷ കൈവിടുന്നില്ല രക്ഷാപ്രവർത്തകർ. അവിടെ കണ്ടത് ആ വീടിനകത്ത് നന്നായിട്ട് സ്മെല്ലടിക്കുന്നതാണ്. പക്ഷെ അതിനകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ വീടുകളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അപ്പോഴാണ് നമ്മൾ കാണുന്നത് 3 ആളുകൾ ഒന്നിച്ചാണ് ഇരിക്കുന്നത്. ഒരേ കസേരയിൽ നിസ്സായാവസ്ഥയിൽ, ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള നിസ്സായാവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥയിലാണ് ആ 3 മൃതദേഹങ്ങൾ നമ്മൾ കാണുന്നത്. ഇങ്ങകലെ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വരുന്ന മൃതശരീരഭാഗങ്ങൾ കരളലിയിപ്പിക്കുന്ന മറ്റൊരു ദുരന്ത കാഴ്ച. തൊണ്ണൂറ്റിയെട്ട് പേരെ കാണാതായെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. എന്നാൽ ടൂറിസ്റ്റുകളും അതിഥി തൊഴിലാളികളും ഉൾപ്പെടെ 200ഓളം പേരെ ഇനിയും കണ്ടെത്താനായില്ലെന്നതാണ് യാഥാർത്ഥ്യം. നാനൂറിലധികം വീടുകളുണ്ടായിരുന്ന മുണ്ടക്കൈയിൽ ഇപ്പോൾ 30 വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മരണക്കണക്കുയരുകയാണ്. കേരളക്കരയെ കണ്ണീരിലാഴ്ത്തിയ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തത്തിന്റെ ഹൃദയഭേദകമായ അപകടക്കാഴ്ചകളുടെ ഞെട്ടലിനിടയിലും നാം കൈകോർക്കുകയാണ്, ജീവന്റെ അവശേഷിക്കുന്ന തുടിപ്പുകൾ നഷ്ടപ്പെടാതിരിക്കാൻ. ന്യൂസ് ഡെസ്ക് 24. ആ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടതുപോലെ ടൂറിസ്റ്റുകൾ, അതിഥി തൊഴിലാളികൾ, ലയങ്ങളിലുണ്ടായിരുന്നവർ, അവിടെയുള്ള വീടുകളിലുണ്ടായിരുന്നവർ, അവരൊക്കെ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അവർക്കെന്തു പറ്റി എന്നുള്ള കാര്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീടുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. വീട് ചെളിയും മണ്ണുമൊക്കെ അടിഞ്ഞുകൂടി അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നശിച്ച് പൂർണ്ണമായി തകർന്ന നിലയിലേക്ക് അവിടെയുള്ള വീടുകൾ, കെട്ടിടങ്ങൾ ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. അതിനിടയിൽ നിന്നാണ് ഈ രക്ഷാദൗത്യ സംഘം, ഈ തെരച്ചിൽ സംഘം അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നത്. നേരത്തെ ഒരു മൃതദേഹം കണ്ടെത്തിയ കാര്യം രക്ഷാപ്രവർത്തകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു 3 പേരുടെ മൃതദേഹം എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും നിസ്സഹായമായ അവസ്ഥ, വാക്കുകൾ കൊണ്ടത് വിവരിക്കാൻ കഴിയുന്നതല്ല. വലിയ മരങ്ങളൊക്കെ നിലംപൊത്തി നിൽക്കുന്ന കാഴ്ച, വലിയ പാറക്കെട്ടുകൾ വന്ന് നേരെ വീടുകൾ ഇടിച്ച് തകർക്കുന്ന നില, കെട്ടിടങ്ങളൊക്കെ നിലംപൊത്തുന്ന അവസ്ഥ, വാഹനങ്ങൾ നശിക്കുന്ന അവസ്ഥ, അങ്ങനെ തീർത്തും ഹൃദയഭേദകമായ കാഴ്ചകളാണ് ആ ദുരന്തഭൂമിയിലെങ്ങും നമുക്ക് കാണാൻ കഴിയുക. അവിടെ എങ്ങനെ ഒരു നാടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അതിൻ്റെ പഴയ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ വേദന വരുന്നതാണ്. അതും ഇപ്പോൾ ഈ ദുരന്തത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളുമൊക്കെ കാണുമ്പോൾ എത്രത്തോളം വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ചില പ്രതികരണങ്ങളിലൊക്കെ നമ്മൾ കേട്ടു, ഞങ്ങളുടെ നാടില്ലാതായിപ്പോയി, വീടില്ലാതായിപ്പോയി, ബന്ധുക്കളില്ലാതായിപ്പോയി, ഇനി ഞങ്ങൾക്കാരുമില്ല, തിരികെ എങ്ങോട്ട് പോകും എന്നുള്ള അവരുടെ ആശങ്ക. അതിനൊക്കെ ഏതു തരത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഈ ഘട്ടത്തിൽ കേരളം ഒന്നാകെ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുക, അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക.
ഈ ഘട്ടത്തിൽ തെരച്ചിലിനാണ് പ്രാധാന്യം നൽകുന്നത്. അതിനുശേഷം ആ നാടിനെ വീണ്ടെടുക്കുന്നതിന്, ആ നാടിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ട നടപടികളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ സംവിധാനങ്ങളടക്കം അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ സജീവമായി പിന്നീട് കടക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ വലിയ ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതത്തിൽ നിന്ന് മുക്തമാകാൻ വേണ്ട എല്ലാ സഹായവും നാടൊറ്റക്കെട്ടായി നൽകുന്നുണ്ട്. പ്രാദേശിക രക്ഷാപ്രവർത്തകരുടെയൊക്കെ കാര്യം ഈ ഘട്ടത്തിൽ നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതാണ്. ആ അപകടം നടന്ന സമയം മുതൽ അവിടെ ഓടിയെത്തി ഈ നിമിഷം വരെ നാളെയും ആ ദൗത്യത്തിന് സന്നദ്ധരായി നിൽക്കുന്ന ആളുകൾ, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഉറങ്ങാതെ തങ്ങളുടെ നാട്ടുകാർ, അവരെ കണ്ടെത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഈ തെരച്ചിൽ സംഘത്തിന് ആവശ്യമായ വിവരങ്ങൾ അവർ കൈമാറുകയാണ്. എവിടെയായിരുന്നു വീടുകൾ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടുക, ആരെയൊക്കെയാണ് കാണാതായിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ശേഖരിച്ചവർക്ക് കൈമാറുക. ഇന്നൊരു ദൃശ്യത്തിൽ നമ്മൾ കണ്ടത് ഈ മൃതദേഹം തുണിയിൽ ചുമന്നു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ എന്താണ് പറയുക, അത്രയും വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് ആ ദുരന്തഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇനി നാളത്തെ തിരച്ചിലിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. കൂടുതൽ സംവിധാനങ്ങൾ മറുകരയിലേക്ക് നമ്മൾ എത്തിക്കാൻ പോവുകയാണ്. കാലാവസ്ഥ അനുകൂലമായി നിൽക്കും എന്ന് കരുതാം, കാലാവസ്ഥ കനിയും എന്ന് തന്നെ കരുതാം. അങ്ങനെയെങ്കിൽ നാളെ കൂടുതൽ തിരച്ചിലുണ്ടാകും. ഈ ഉറ്റവരെയും ഉടവരെയും ഒക്കെ കാത്തിരിക്കുന്നവർക്ക് അവർക്കൊരു ഉത്തരം നൽകാൻ നമുക്ക് കഴിയും എന്ന് തോന്നുന്നു. ആശുപത്രികളിലേക്ക് കൂടുതൽ പേരെ എത്തിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. CHC മേപ്പാടിയിൽ ആംബുലൻസുകളുടെ നീണ്ട നിര ഇന്ന് പുറത്തു വന്ന ദൃശ്യമാണ്. മുണ്ടക്കയിലെ ദുരന്തം, ചൂരൽമലയിലെ ദുരന്തം, അതുണ്ടാക്കിയിരിക്കുന്ന ആഘാതം, ഇപ്പോഴും ആളുകൾ നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥ, തിരിച്ചറിയാൻ ഏറെ പേരുണ്ട്, ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലാത്ത അവസ്ഥ, കണ്ടുകിട്ടാനുള്ളവർ ഏറെ എന്നുള്ള അവസ്ഥ, വലിയ JCBകൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയുന്ന നമ്മുടെ ആ ബെയിലി പാലത്തിൻ്റെ, സൈന്യത്തിൻ്റെ പാലത്തിൻ്റെ നിർമ്മാണം, അത് ഈ രാത്രിയിലും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് നമുക്ക് പറയാം, പക്ഷേ ദൗത്യം അവസാനിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഈ പുഴയ്ക്ക് കുറുകെയുള്ള ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ ദൗത്യം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഇന്നത്തെ തെരച്ചിൽ നിർത്തി എന്ന് മാത്രം പറയുന്നതായിരിക്കും ശരി.